ഹലോ ഗൈസ്, സൂര്യയുടെ സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? മാസ് ആക്ഷൻ, ഹീറോയിസം, ഗൂസ് ബംസ്. പക്ഷേ ഇത്തവണ സൂര്യ നമ്മളെ കൊണ്ടുപോകുന്ന മറ്റൊരു ലോകത്തേക്കാണ്. വിശ്വനാഥ് ആൻഡ് സൺസ്. ഇത് വെറും ഒരു സൂര്യ മൂവിയാണോ, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് ചിരിച്ചും ഫീൽ ചെയ്തും കാണാൻ കഴിയുന്ന ഒരു സിനിമയാണോ? അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കഥയെക്കുറിച്ച് അധികം പറയുന്നില്ല, കാരണം ഈ സിനിമയുടെ പ്രധാന സ്ട്രെങ്ത് തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സും ഇമോഷൻസുമാണ്. ഒരു കുടുംബം, അവരുടെ ബന്ധങ്ങൾ, പ്രണയം, സ്വപ്നങ്ങൾ, അതിനിടയിൽ വരുന്ന ചില അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ്, ഇവയെല്ലാം വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് സിനിമ അവതരിപ്പിക്കുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ ഒരു സാധാരണ റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും എന്ന് തോന്നിയെങ്കിൽ സിനിമ അതിനേക്കാൾ കുറച്ചുകൂടി സർപ്രൈസ് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യ പകുതി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ സിനിമയിലേക്ക് പെട്ടെന്ന് ഇന്നാകും. കോമഡിയും ഇമോഷൻസും ഒരുപോലെ ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സൂര്യയെ നമ്മൾ പലതരത്തിലുള്ള കഥാപാത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ വിശ്വനാഥ് ആൻഡ് സൺസിൽ കാണുന്ന സൂര്യ വളരെ റിലാക്സ്ഡ് ആണ്. ഓവർ മാസ് സീനുകളേക്കാൾ ക്യാരക്ടറിൻ്റെ ചെറിയ എക്സ്പ്രഷനിലൂടെയും റിയാക്ഷനിലൂടെയുമാണ് അദ്ദേഹം കൂടുതലായി ഇംപ്രസ് ചെയ്യുന്നത്. കോമഡി ടൈമിങ്ങിലായാലും ഇമോഷണൽ സീൻസിലായാലും സൂര്യ സിനിമയെ തൻ്റെ ഷോൾഡേഴ്സിൽ തന്നെ ക്യാരി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സീരിയസ് ആകേണ്ടടുത്ത് സീരിയസ് ആകുകയും ലൈറ്റ് മൊമെൻറ്റ്സിൽ വളരെ നാച്ചുറലായി ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് തോന്നി. അടുത്തതായി മമിത ബൈജു. ഇവിടെ ഏറ്റവും വലിയ സർപ്രൈസ് ആരെന്ന് ചോദിച്ചാൽ മമിത ബൈജു ആണ്. സൂര്യയെ പോലൊരു വലിയ സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ക്യാരക്ടർ ഫെയ്ഡായി പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാകാം. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. മമിത വളരെ എനർജറ്റിക് ആയിട്ടാണ് എത്തുന്നത്. ഹർ എക്സ്പ്രഷൻസ്, കോമഡി, ഇമോഷണൽ മൊമെൻറ്റ്സ്, സൂര്യയുമായുള്ള കെമിസ്ട്രി, ഇതെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചില സീൻസിൽ സൂര്യയേക്കാൾ പോലും അറ്റൻഷൻ പിടിച്ചു പറ്റുന്നത് മമിതയാണെന്ന് നമുക്ക് പറയാം. സിനിമ തുടങ്ങി ആദ്യ പകുതിയിൽ കോമഡിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് കോമഡി പോലെ തോന്നുന്ന മൊമെൻറ്റ്സ് കുറവാണ്. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻറ്ററാക്ഷനിൽ നിന്നാണ് പല ഹ്യൂമറുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഓഡിയൻസ് റെസ്പോൺസ് കിട്ടുന്ന തരത്തിലുള്ള മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. ഏർലി ഓഡിയൻസ് റിയാക്ഷൻസും ഫസ്റ്റ് ഹാഫിൻ്റെ കോമഡിക്കും പേസിങ്ങിന് നല്ല പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. വാത്തി, ലക്കി ഭാസ്കർ പോലുള്ള സിനിമകളിലൂടെ തൻ്റെ സ്റ്റൈൽ തെളിയിച്ച വെങ്കി അറ്റ്ലൂരി തന്നെയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ പ്രധാന വെപ്പൺ ഇമോഷനാണ്. ഒരു വലിയ ആക്ഷൻ സ്പീച്ചബിൾ ആക്കുന്നതിന് പകരം ക്യാരക്ടേഴ്സിനെ മുന്നിൽ നിന്നാണ് സിനിമ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ വൈബ് കിട്ടുന്നുണ്ട്. GB പ്രകാശാണ് സംഗീതം. സോങ്സ് എല്ലാം വലിയ ചാർട്ട് ബസ്റ്റർ ലെവലിൽ മനസ്സിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സിനിമയുടെ മൂഡിനൊപ്പം മ്യൂസിക് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിമീഷ് രവിയാണ്. വിഷ്വൽസ്, പ്രത്യേകിച്ച് കളർ ലൊക്കേഷൻസ് ഉള്ള ഭാഗങ്ങളിൽ നല്ല ഇംപ്രഷൻ നൽകിയിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ വീക്ക്നെസ് പറയാതെ റിവ്യൂ കംപ്ലീറ്റ് ആക്കില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കിട്ടിയ അതേ സ്പീഡ് സെക്കൻഡ് ഹാഫ് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചില പോർഷൻസ് കുറച്ച് സ്ട്രെച്ചേഡായി തോന്നാം. ചില ഓഡിയൻസിന് സെക്കൻഡ് ഹാഫിൽ പേസിങ്ങിൽ ചില പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ഡീറെയിൽ ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നമല്ല അത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ തന്നെ സിനിമ വീണ്ടും ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഏർലി റിയാക്ഷൻസിലും സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ലെങ്തി ആയി തോന്നിയെങ്കിലും ക്ലൈമാക്സിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റേറ്റിംഗ് 5ൽ 3.5. നിങ്ങളൊരു സൂര്യ ഫാനാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മൈന്യൂട്ട് എക്സ്പ്രഷൻസും മികച്ച രീതിയിലുള്ള കോമഡി ടൈമിങ്സും എല്ലാം ഈ സിനിമയിൽ നമുക്ക് കാണാനാകും. ഫാമിലി ഓഡിയൻസും ഒരു ട്രൈ കൊടുക്കാം. വിശ്വനാഥ് ആൻഡ് സൺസ് വലിയ മാസ് കാണിക്കാൻ വന്ന സിനിമയല്ല, പക്ഷെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടാക്കി പോകാൻ വരുന്ന സിനിമയാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്.